ഘട്ടത്തിൽ തിരിച്ചറിഞ്ഞതിന്റെ ഫൈസൽ കൂടുതൽ വിവരങ്ങൾ എടുക്കുക. ഫൈസൽ നിൽക്കുന്ന മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് അല്പസമയത്തിന് മുമ്പ് ഒരു മൃതദേഹം കിട്ടിയിരിക്കുന്നു. വില്ലേജ് റോഡിൽ ഷബീർ ഉണ്ട്. ഷബീർ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അവിടെ നിന്ന് ഒരു മൃതദേഹം കൂടി കിട്ടിയെന്ന്. അതിനടുത്ത് കുറെ കൂടി അടുത്ത് ഷബീർ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഷബീർ, നമുക്ക് ഈ മൃതദേഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അത് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രയാസം. അതിപ്പോ ഈ നാട്ടുകാരുടെ ഈ ദുരന്തം ബാധിക്കാത്ത അതിനടുത്തുള്ള നാട്ടുകാരുടെ ആരെങ്കിലുമൊക്കെ സേവനം ലഭ്യമാക്കാൻ പറ്റിയ ഒരു അവസ്ഥ അവിടെ ഉണ്ടോ? ഈ വീടുകൾ ഏതായിരുന്നു, അവിടെ ഉള്ളവരാരായിരുന്നു എന്നൊക്കെ തിരിച്ചറിയാൻ പറ്റാവുന്ന ഒരു അവസ്ഥയുണ്ടോ? സൈഫുദ്ദീൻ, അത്തരമൊരു പരിശോധന കൂടി നടത്തുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. നമുക്ക് കാണാം, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, വലിയ തരത്തിലുള്ള രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തിരച്ചിൽ ദൗത്യമാണ് ഈ വില്ലേജ് റോഡിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ഒരു സന്നാഹം തന്നെ, ഒരു സംഘം തന്നെ ഇപ്പോൾ ഈ തിരച്ചിൽ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. കൂടുതൽ ഹിറ്റാച്ചികൾ ഉൾപ്പെടെയുള്ള യന്ത്ര സംവിധാനങ്ങൾ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നു. ഇവിടെ നിന്നാണ് അല്പസമയം മുമ്പ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയെന്ന് പറഞ്ഞിരുന്നു. ഈ തെരച്ചിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. എന്തായാലും ഈ തെരച്ചിലിന് സൈന്യമുണ്ട്, ഒപ്പം തന്നെ ഫയർഫോഴ്സ് ഉണ്ട്, NDRF ഉണ്ട്, ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവരുണ്ട്. ഇവരോടൊപ്പം പ്രദേശവാസികളുണ്ട്, സന്നദ്ധ സംഘടനകൾ, സന്നദ്ധ സേവകരെല്ലാം ചേർന്നാണ് ഈ രക്ഷാദൗത്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യമാണ് ഒരു കാര്യം, അത്ര വലിയ ദുരന്തമാണ് ഈ പ്രദേശത്ത് ഒന്നാകെ ഉലച്ച് കടന്നുപോയത് എന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അത്രയധികം മണ്ണും മരവും ചെളിയും മറ്റു വസ്തുക്കൾ ഉൾപ്പെടെയുള്ളവ വന്ന് അടിഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. മാത്രമല്ല ഈ മുഴുവൻ സാധനങ്ങളും ഇപ്പോൾ ഈ വന്ന് അടിഞ്ഞിരിക്കുന്ന ഇവിടെ കാണുന്ന ഈ മുഴുവൻ സാധനങ്ങൾ മാറ്റിയാൽ ഒരു പക്ഷേ അതിനകത്ത് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടാകാനുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട് എന്ന സൂചനയാണ് ഏറ്റവും ഒടുവിൽ മൃതദേഹം കൂടി ഈ ഭാഗത്തു നിന്ന് ലഭിച്ചു എന്നുള്ളത്. എന്തായാലും ഇതിനോടകം തന്നെ ഈ ഭാഗത്തുനിന്ന് ഈ വില്ലേജ് റോഡ്, ഒപ്പം തന്നെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് 50ഓളം മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അത്ര വലിയ സങ്കടക്കാഴ്ച, വലിയ ദുരന്ത കാഴ്ചയാണ് നമ്മളിപ്പോൾ നമ്മുടെ കാഴ്ചയിൽ കാണുന്നത്, നമ്മുടെ ക്യാമറ കാഴ്ചയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും രക്ഷാദൗത്യം അതിവേഗത്തിൽ 3ാം ദിവസവും തുടരുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ നിലയ്ക്ക് വലിയ തരത്തിലുള്ള രക്ഷാദൗത്യം നടത്തിയിരുന്നു. ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ ഭാഗത്തേക്ക് കാര്യമായ ശ്രദ്ധ കിട്ടിയിരുന്നില്ല എന്നാണ് ഈ പ്രദേശവാസികൾ പറഞ്ഞിരുന്നത്. കാരണം മുണ്ടക്കയിലും ചൂരൽമല അങ്ങാടിയിലുമാണ് കാര്യമായ രക്ഷാദൗത്യം നടന്നിരുന്നത്, വലിയ സംഘത്തിന്റെ രക്ഷാദൗത്യം നടന്നിരുന്നത്. മാത്രമല്ല പ്രതികൂല കാലാവസ്ഥ കൂടി ഉണ്ടായിരുന്നു, ഇങ്ങോട്ടേക്ക് എത്തിപ്പെടാനുള്ള പ്രയാസങ്ങളുണ്ടായിരുന്നു. ആ നിലയ്ക്കുള്ള പ്രയാസങ്ങളെ അതിജീവിച്ച് ഇന്നിപ്പോൾ വളരെ കൂടുതൽ സംഘാംഗങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ പേർ ഈ ഭാഗത്തേക്ക് എത്തി, ഈ വില്ലേജ് റോഡിന്റെ പരിസരത്തേക്ക് എത്തി രക്ഷാദൗത്യം പുരോഗമിക്കുകയാണ്. വലിയ യന്ത്രഭാഗങ്ങൾ കൂടി ഈ ഭാഗത്തേക്ക് എത്തിക്കുന്നു. ഇവിടുത്തെ ഭീകരത കണ്ടാണ്, അല്ലെങ്കിൽ ഇവിടെ എത്രത്തോളം ദുരന്തം നാശം വിതച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയാണ് ഈ ഭാഗത്തേക്ക് ഇപ്പോൾ കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ച് തിരച്ചിൽ ഊർജിതമാക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ നിലയ്ക്ക് വളരെ വേഗത്തിൽ രക്ഷാദൗത്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെയുള്ള ഏതാണ്ട് 4ഓ 5ഓ ഹിറ്റാച്ചികൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ JCBകൾ ഉപയോഗിച്ചാണ് ഇവിടെ ഇപ്പോൾ ഈ മണ്ണും ഒപ്പം തന്നെ ഈ മരങ്ങളും വന്നടിഞ്ഞിട്ടുള്ള മരങ്ങളും മാറ്റിയുള്ള തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വലിയൊരു യന്ത്രഭാഗം കൂടി, ഹിറ്റാച്ചിക്ക് സമാനമായ മറ്റൊരു യന്ത്രം കൂടി ഈ ഭാഗത്തേക്ക് എത്തിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ആ നിലയ്ക്ക് വളരെ വേഗത്തിൽ ഈ ഭാഗത്ത് തെരച്ചിൽ നടത്താനുള്ള ശ്രമമാണ് രക്ഷാപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. കാരണം ഈ ഭാഗത്തു നിന്ന് നേരത്തെ നിരവധി മൃതദേഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് ഇനിയും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ആ സാധ്യത കണക്കിലെടുത്താണ് കൂടുതൽ യന്ത്രഭാഗങ്ങൾ, കൂടുതൽ ഹിറ്റാച്ചികൾ ഈ ഭാഗത്തേക്ക് എത്തിച്ച് രക്ഷാദൗത്യം ഊർജിതമാക്കുന്നത്. ഒപ്പം തന്നെ കൂടുതൽ സംഘങ്ങളും സൈന്യം ഉൾപ്പെടെ ഈ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കൂടുതൽ പേർ ഈ ഭാഗത്തേക്ക് എത്തി തെരച്ചിൽ ദൗത്യത്തിൽ പങ്കാളികളായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വേഗത്തിൽ ഈ ഭാഗത്തെ തെരച്ചിൽ അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ്, അല്ലെങ്കിൽ വളരെ വേഗത്തിൽ ഈ ഭാഗത്ത് തെരച്ചിൽ നടത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഭാഗത്തെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഭാഗം വില്ലേജ് റോഡ് എന്ന് പറയുന്ന പ്രദേശമാണ്. ഈ ഭാഗത്ത് ആളുകൾക്ക് ആളപായമോ മറ്റോ ഉണ്ടായിട്ടില്ല എന്ന ആശ്വാസം നിലനിൽക്കുമ്പോഴും ഇവരുടെ സ്ഥലത്ത് മറ്റിടങ്ങളിൽ നിന്ന് ഇവരുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ അടക്കമുള്ളവർ ഈ ഭാഗത്ത് ഈ കാണുന്ന കല്ലിനും മണ്ണിനും ചെളിക്കും മരത്തിനും ഇടയിൽ കുടുങ്ങി ജീവൻ പോയ അവസ്ഥ, വേദനാജനകമായ അവസ്ഥ നേരിൽ കാണുന്ന അല്ലെങ്കിൽ അത് കേൾക്കുന്ന ഒരു വേദനയിലാണ് ഈ പ്രദേശവാസികളുള്ളത്. ഇവിടെയുള്ളവരെ, ഈ പ്രദേശത്തുള്ളവരെ കഴിഞ്ഞ ദിവസം തന്നെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. കാരണം അത്ര വലിയ അപകടം
അതിജീവിച്ചു, അല്ലെങ്കിൽ തലനാരിഴയ്ക്ക് ആളപായമില്ലാതെ രക്ഷപ്പെട്ടു എന്ന് പറയാം. കാരണം ഈ കല്ലും മണ്ണും ചെളിയും അടിഞ്ഞതിന് തൊട്ടടുത്തായി വലിയ വീടുകളുണ്ട്. ആ വീടുകൾ തകരാതെ തലനാരിഴയ്ക്കാണ് ആ വീടുകളിലുള്ളവർ, ഈ പ്രദേശവാസികൾ രക്ഷപ്പെട്ടത്. അവർ വേഗത്തിൽ തന്നെ ഈ ഭാഗത്ത് നിന്ന് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. എന്തായാലും വേദനയോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിലും മറ്റും ബന്ധുവീടുകളിലും എല്ലാം തന്നെ കഴിയുകയാണ് അവർ. ആ സമയത്താണ് അവരുടെ നാട്ടിൽ, അവരുടെ പ്രദേശത്ത് തിരച്ചിൽ ദൗത്യം പുരോഗമിക്കുന്നത്. എന്തായാലും വേദനാജനകമായ കാഴ്ച, കണ്ടു നിൽക്കാൻ കഴിയാത്തവർ വിധത്തിൽ ആ കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ ഈ രക്ഷാദൗത്യം അല്ലെങ്കിൽ ഈ തിരച്ചിൽ നടക്കുമ്പോൾ ഗ്യാസ് സിലിണ്ടറുകൾ, ഈ ഭാഗത്തുനിന്ന് ഗ്യാസ് സിലിണ്ടറുകൾ കാണുകയാണ്. ആ നിലയ്ക്ക് നിരവധി വീടുകൾ തകർന്ന്, അല്ലെങ്കിൽ വീടിനോട് ചേർന്നുള്ള ഭാഗങ്ങൾ തകർന്ന് ഗൃഹോപകരണങ്ങൾ അടക്കം കുത്തിയൊലിച്ചു വന്ന സ്ഥിതിയാണുള്ളത്. ഒരു മൃതദേഹം കൂടി ഈ ഭാഗത്ത് നിന്ന് ഇപ്പോൾ കണ്ടെത്തിയെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. അതിപ്പോൾ എത്തിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ നിന്ന് രക്ഷാപ്രവർത്തകർ നൽകിയ വിവരമാണ്. ഒരു മൃതദേഹം കൂടി മൃതദേഹം ലഭിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് നിന്ന് അല്പസമയം മുമ്പ് മറ്റൊരു മൃതദേഹം കൂടി ലഭിച്ചിരുന്നു. ഇപ്പോൾ മറ്റൊന്നുകൂടി, രണ്ടാമതൊരു മൃതദേഹം കൂടി ഇന്നത്തെ തെരച്ചിൽ, ഇതുവരെയുള്ള തെരച്ചിലിൽ കണ്ടെത്തിയിരിക്കുന്നു. ആ നിലയ്ക്ക് ഇവിടെ കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ആ നിലയ്ക്കുള്ള രക്ഷാദൗത്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം മുഹമ്മദ് അസ്ലം കൂടി ചേരുന്നുണ്ട്. എത്ര വലിയ ഭീകരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് കൂടി അദ്ദേഹം വിശദീകരിക്കും. ഷബീർ, നമ്മളിപ്പോൾ പറയേണ്ട കാര്യം വെച്ചാൽ ഈ ഒരു വില്ലേജ് റോഡിലേക്കുള്ള രക്ഷാദൗത്യം ഇന്നലെ വലിയ തോതിൽ ശ്രദ്ധിച്ചിരുന്നില്ല ഔദ്യോഗിക സംവിധാനങ്ങൾ. ഇവിടെ സന്നദ്ധ പ്രവർത്തകർ മാത്രമാണ് ഇവിടെ എത്തി രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരുന്നത്. സൈഫുദ്ദീൻ ഇടപെടുകയാണ്. ഒരു വലിയ ഹിറ്റാച്ചി നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് കൂടി കടന്നു വന്നതാണ്. അതിന്റെ ഭാഗമായി നമുക്ക് മാറി നിൽക്കേണ്ടതുണ്ട്. അതായത് ഈ വില്ലേജ് റോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് വലിയ ശ്രദ്ധ ശരിക്കും സന്നദ്ധ പ്രവർത്തകർ മാത്രമാണ് ആദ്യം എത്തിയിരുന്നത്. അങ്ങനെ വെള്ളത്തിന് പുറത്തുണ്ടായിരുന്ന ഈ മരത്തിന് മുകളിലിരുന്ന മൃതദേഹങ്ങളാണ് ആദ്യം എടുത്ത് അങ്ങനെയാണ് 50ഓളം മൃതദേഹങ്ങൾ എടുത്തത്. അതേസമയം ഇന്നലെയാണ് ഇവിടെ നാട്ടുകാരാണ് പറയുന്നത് ഇവിടെ മരങ്ങൾ അടിഞ്ഞു കിടക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ രക്ഷാദൗത്യം എത്തേണ്ടതുണ്ട്, കൂടുതൽ ആൾക്കാർ എത്തേണ്ടതുണ്ട്. അങ്ങനെ അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പിന്നെ ഏറെക്കുറെ ഈ രക്ഷാദൗത്യത്തിൻ്റെ ഒരു കേന്ദ്രം കൂടിയായി ഇത് മാറ്റുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി ഹിറ്റാച്ചി, ഇന്നലെ ഒരു ഹിറ്റാച്ചി മാത്രമാണ് വന്നത്. ഇപ്പോൾ നിരവധി ഹിറ്റാച്ചികൾ വരുന്നു, കൂടുതൽ യന്ത്രസമിതികൾ വന്നുകൊണ്ടിരിക്കുന്നു. സൈന്യവും അതോടൊപ്പം തന്നെ മറ്റു ഫയർഫോഴ്സും മറ്റു സംവിധാനങ്ങളൊക്കെ തന്നെയും പരിശീലനം ലഭിച്ച ആൾക്കാരൊക്കെ തന്നെയും ഇവിടെ വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാവിലെ രണ്ടാമത് കാണുന്നത്. ഇന്ന് മാത്രം കണ്ടെടുക്കുന്ന രണ്ടാമത്തെ മൃതദേഹമാണ്. അതായത് ഈ മരങ്ങൾ വലിയ